ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് നമ്മുടെ തമിഴ്നാടുള്ള അടവിനയനാർ ഡാമിന്റെ മുകളിൽ ഭാഗത്തെ ഒരു വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ മുകൾ ഭാഗ വിശേഷങ്ങൾ, ഡാമിന്റെ മുകൾ ഭാഗ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് പോകാം ഡാമിന്റെ മുകൾ ഭാഗത്തേക്ക്. ഇതാണ് നമ്മുടെ ആ ഡാമിന്റെ മുകളിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. കാരണം അതാ ഈ കാണുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ ഡാമിലേക്ക് വെള്ളം വരുന്നത്. നമ്മുടെ ആ രണ്ട് മലയുണ്ടല്ലോ, ആ കാണുന്ന വലതുസൈലും ഇടതുസൈലുമായിട്ട് കാണുന്ന ആ മലയുടെ ഇടയിൽ കൂടി വരുന്ന ആ ഒരു ചെറിയൊരു ചാലാണ്. ഈ ചാല് വന്നിട്ടാണ് ഈ കാണുന്ന വെള്ളം കെട്ടുന്നത്. ഇപ്പോൾ മഴ കുറവായതുകൊണ്ടായിരിക്കും മുകളിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് കുറവ്. പിന്നെ ഇതാണ് ഈ ഡാമിന്റെ മുകളിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇതിപ്പോൾ നമ്മൾ ഡാമിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കുറച്ച് വെള്ളം വരുന്ന സമയമാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വരുന്ന 2 ദിവസത്തേക്ക് മുന്നേ താഴെ കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാം അവർ തുറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നൊരു അടയാളമുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നിൽക്കുകയാണ്. ഈ ഡാമിന്റെ പൂർണ്ണമായ ഒരു വിഷ്വൽ, താഴെയുള്ള വിഷ്വൽ ഞങ്ങളുടെ ചാനലിൽ അതിന്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് അടവിനയനാർ ഡാമിന്റെ വിശേഷങ്ങൾ ചാനലിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ അന്ന് നമുക്ക് ഇത് മുകൾ ഭാഗം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം വീഡിയോയുടെ ലെന്തും സംഗതിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് മുകളിൽ. നിങ്ങൾ ഡാമിൽ വരുന്നവർ ഡാം മാത്രം കണ്ടിട്ട് പോവാതെ നേരെ ഡാമിന്റെ തൊട്ടടുത്ത് തന്നെ നേരെ സൈഡ് ചേർന്ന ഒരു റോഡ് വരും. ആ റോഡ് നേരെ വന്നാൽ ഇവിടെ വണ്ടി തൊട്ട് മുകളിൽ വണ്ടിയൊക്കെ ഇടാം. വണ്ടിയൊക്കെ ഇട്ടിട്ട് നേരെ ഈ സ്ഥലത്ത് ഇറങ്ങി കാണാം. ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള. എന്നാലും ഞാനെന്തായാലും കുളിക്കുന്നില്ല, ഞങ്ങളെ കൂടെ ഉള്ളവരെ കുളിക്കുന്നുണ്ട്. തണുപ്പെന്ന് പറഞ്ഞ എന്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടാ. എന്റെ അമ്മോ, അടിപൊളി തണുപ്പ്. സംഗതി ഇത് ഇത്തിരി തണുപ്പ് കാരണം എനിക്ക് തോന്നുന്നു മലയെന്ന് വരുന്നതുകൊണ്ടായിരിക്കാം. നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കേട്ടോ, ഒരു മാലിന്യം ഒന്നുമില്ല. ഒരു ഭാഗത്ത് നമ്മൾ പാചകത്തിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഡാമിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ വരുമ്പോൾ അത്യാവശ്യം ഒരു ഓഫ് റോഡാണ്. ആ ഓഫ് റോഡൊക്കെ കയറി വരുമ്പോൾ നമുക്കിത് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. നമ്മൾ 2 വണ്ടി താഴെ ഇട്ടിട്ടുണ്ട്, 2 വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ആനശല്യം, ഞാൻ സൂചിപ്പിച്ച കണക്കിന് ആനശല്യം ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ വണ്ടി ഇങ്ങോട്ടേക്ക് ഇട്ടില്ല, താഴെ 2 വണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ 2 സൈഡ് മല, ആ 2 ഭാഗത്തും മലയാണ്, ഫുള്ള് മലയാണ്. ആ ഭാഗവും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ കാണുന്നത് മലയാണ്. ഇതിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഓരോ ചാലുകൾ കാണാം, ആന താരകളെന്ന് പറയും, ആനത്താര കാണാം. നമുക്കിങ്ങനെ വഴി കൃത്യമായി തെളിഞ്ഞു കിടക്കുന്നത് കാണാം മുകളിലോട്ട് കയറുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മളോട് ഇവിടെ വിറവ് വെട്ടാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് കാരണവശാലും ഒരു 4 മണിക്ക് ഇപ്പുറമൊന്നും ഇവിടെ നിൽക്കരുത്, 4 മണിക്ക് മുന്നേ പോകണം. കാരണം ഇപ്പോൾ നമ്മുടെ ഈ റോഡ് നമുക്ക് പോയി കയറുന്നത് ഏകദേശം പത്തനംതിട്ട ക്രോസ് ചെയ്തിട്ട് നമ്മളെ തേനി ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഈ റോഡ് നേരെ ഇനി പോയാൽ ഒരു 15 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഗ്രാമ്പു അതുപോലുള്ള സംഗതികൾ കൃഷി ചെയ്തിരിക്കുന്ന തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞത്, ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ ആൾവാസം കൂടുതലായതുകൊണ്ട് ആ കാട്ടിലുണ്ടായിരുന്ന ആനകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതലായി ഇറങ്ങുന്നു എന്നുള്ള ഒരു സംഗതി അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളും അത് ശ്രദ്ധിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പോകുമ്പോൾ ആനയുടെ പുറം ഉരച്ചിട്ടുള്ളൊരു പാടാണ് അതായി കാണുന്നത്. ഓഫ് റോഡ് സഞ്ചരിച്ചിവിടെ വരുമ്പോൾ അതിനുള്ളൊരു ഉപയോഗം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വരാത്തവർ വരിക, കാണുക. അന്യായമായ വൈബാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.